ലൈറ്റ് ഓഫ് ലൈഫ് ചാനലിൻ്റെ പുതിയൊരു ഫിലോസഫി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റ് അഗസ്റ്റിൻ്റെ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന ഒരു പെർസ്പെക്റ്റീവാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ കാലങ്ങളായി യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി ഇതിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ യുക്തിവാദികളുടെ വാദം, അല്ലെങ്കിൽ കാലങ്ങളായി ലോകത്ത് ദൈവമില്ല എന്ന് പറയാൻ വേണ്ടി യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റിന് ഉള്ള ഒരു മറുപടിയാണ് പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന തൻ്റെ പെർസ്പെക്റ്റീവിലൂടെ അഗസ്റ്റിൻ മുമ്പോട്ട് വെക്കുന്നത്. യുക്തിവാദികൾ പറയുന്നത്, നാം ജീവിക്കുന്ന ഈ ലോകത്ത് ദുരിതങ്ങൾ അനവധിയാണ്. പ്രകൃതി ക്ഷോഭങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, മരണങ്ങളുണ്ട്, വാർദ്ധക്യമുണ്ട്, വേദനകളുണ്ട് തുടങ്ങി നിരവധി പ്രയാസത്തിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് ഒരു ശക്തനും അതുപോലെ കരുണാവാനിധിയുമായ ഒരു ദൈവമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം, ആ ദൈവത്തിന് ഈ ദുരന്തങ്ങളും കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കുകയില്ലേ എന്നൊരു ആർഗ്യുമെൻ്റാണ് യുക്തിവാദികൾ മുമ്പോട്ട് വെക്കുന്നത്. ആ ഒരു പ്രോബ്ലത്തിനുള്ള മറുപടിയാണ് സെൻറ്റ് അഗസ്റ്റിൻ തൻ്റെ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന തൻ്റെ കൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. ആദ്യമായി ഈ ഒരു ആർഗ്യുമെൻ്റ് മുമ്പോട്ട് വെച്ചത് എപ്പിക്യൂരിയസ് എന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെയാണ്: ഗോഡ് ഈസ് ഓൾ ലവിങ്. ദൈവം കരുണാവാനിധിയാണ്, സ്നേഹനിധിയാണ്. ദൈവം സ്നേഹനിധിയാണെങ്കിൽ ദൈവം ഈ ദുരന്തങ്ങളും അതുപോലെ തിന്മകളും ആ ദൈവം ആഗ്രഹിക്കുകയില്ല എന്നതാണ്. രണ്ടാമതായി പറയുന്ന കാര്യം, ദൈവം സർവശക്തനാണ്, ഒംനിപൊട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള പ്രകൃതി ദുരന്തങ്ങളെ ദൈവം അറിയുകയും അവ ഇല്ലാതാക്കാൻ ദൈവത്തിന് സാധിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രണ്ട് വിശേഷണങ്ങളുള്ള ദൈവങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആ അവസരത്തിൽ തന്നെ ഈ ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന് ഒരു ദൈവം ഇല്ല എന്നാണ് എപ്പിക്യൂരിയസ് പറയുന്നത്. ഇന്ന് പറയുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും യുക്തിവാദികൾ പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഈ വാദം. ഈ ഒരു ആർഗ്യുമെന്റിന് മറുപടി പറയാനാണ് സെന്റ് അഗസ്റ്റിൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈവിൾ, തിന്മ എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുവല്ല എന്നാണ്. തിന്മ എന്ന് പറഞ്ഞാൽ അത് നന്മയുടെ അഭാവമാണ്. ലൈറ്റ്, പ്രകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് എന്നത് പ്രകാശത്തിൻ്റെ അഭാവമാണ്. അതുപോലെ സൈലൻസ്, ശാന്തത എന്നത് സൗണ്ടിൻ്റെ അഭാവമാണ്. അപ്പം അഭാവം എന്ന കാര്യത്തിന് അസ്തിത്വമില്ല. അതുകൊണ്ട് ലോകത്ത് തിന്മക്കൊരു അസ്തിത്വമില്ല. അതുകൊണ്ട് തിന്മ ലോകത്ത് ഉണ്ടാവുക എന്നത്, അസ്തിത്വമില്ലാത്ത തിന്മ എന്നത് ലോകത്ത് അതിൻ്റെ എക്സിസ്റ്റൻസ് ഒരിക്കലും ദൈവമുണ്ട് എന്ന ആശയത്തോട് കോൺട്രാഡിക്ടറി ആവുന്നില്ല എന്നാണ് സെന്റ് അഗസ്റ്റിൻ മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യൻ കാഴ്ചപ്പാട് പ്രകാരം അവർ പറയുന്നത്, ദൈവം എന്നത് പൂർണ്ണനാണ്. ദൈവം പൂർണ്ണനായതുകൊണ്ട് തന്നെ ദൈവം പടക്കുന്ന തൻ്റെ സൃഷ്ടികർമ്മം അത് പൂർണ്ണമായിരിക്കണം. അതുകൊണ്ട് ലോകം പൂർണ്ണമാണ്, ലോകത്ത് തിന്മകളില്ല. തിന്മ എന്ന് പറഞ്ഞാൽ അത് അഭാവമാണ്. ലോകത്ത് ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വേദനകൾ, വാർദ്ധക്യം, മരണം, ഈ എല്ലാ കാരണത്തിനും ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ ഫ്രീ വിൽ, വിവേചനാധികാരം മനുഷ്യൻ ദുർവിനിയോഗം ചെയ്തതുകൊണ്ട് ദൈവം നൽകിയ ശിക്ഷയാണ്. അല്ലെങ്കിൽ ഈ ലോകത്ത് ദുരന്തങ്ങൾ പഠിച്ചത്
അല്ലെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടായിത്തീർന്നത് മനുഷ്യൻ തൻ്റെ ഫ്രീ വിൽ അത് മിസ്യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് പൂർണ്ണനായ ദൈവം ഒരിക്കലും തിന്മയെ പടക്കുകയില്ല. അപ്പോൾ തിന്മ പടച്ചത് മനുഷ്യരാണ്. മനുഷ്യരുടെ ഫ്രീ വിൽ മിസ്യൂസ് ചെയ്തതുകൊണ്ടാണ് ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഒറിജിൻ ഓഫ് സിൻ, അതായത് ആദ്യമായി ദൈവം പടച്ച രണ്ട് സൃഷ്ടികളാണ് ആദാമും ഹവ്വായും. ആദാം ഹവ്വായും ദൈവം വിലക്കിയ പഴം കഴിച്ചു. ഈ കഴിച്ചത് മനുഷ്യന്റെ ഫ്രീ വിൽ മിസ്യൂസ് ചെയ്തു. ആ മിസ്യൂസ് ചെയ്ത കാരണം കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയും മരണവും വേദനകളും മറ്റുള്ള ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് മനുഷ്യന്റെ ഫ്രീ വിൽ മിസ്യൂസ് ചെയ്തത് കൊണ്ടാണ് ലോകത്തുള്ള മനുഷ്യൻ മിസ്യൂസ് ചെയ്തത് കൊണ്ടാണ് മനുഷ്യന് തിന്മകൾ അനുഭവിക്കേണ്ടി വരുന്നത്. തിന്മകൾ ഉണ്ടായിത്തീർന്നത് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടാണ്, ദൈവത്തിന്റെ പ്രവർത്തനം കൊണ്ടല്ല എന്നൊരു ആർഗ്യുമെന്റാണ് സെന്റ് അഗസ്റ്റിൻ മുമ്പോട്ട് വെക്കുന്നത്. യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ആർഗ്യുമെന്റ് മറ്റുള്ള മതങ്ങളെ ചേർത്ത് നോക്കുമ്പോൾ പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന മനുഷ്യൻ ഉത്ഭവിച്ചത് ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർ ഇവരിൽ നിന്ന് ഉത്ഭവിച്ചതായത് കൊണ്ട് ഈ പാപഭാരം മനുഷ്യനും വഹിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യനും ഈ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ഫ്രീ വിൽ മിസ്യൂസ് ചെയ്ത് കാരണമായിട്ടാണ് മനുഷ്യൻ ഇന്ന് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യൻ ജന്മന അവൻ പാപഭാരം വഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ദൈവത്തിന് കരുണ ഉള്ളത് കൊണ്ട് ദൈവം തൻ്റെ സ്വന്തം മകനെ ഈ പാപത്തിന് പകരമായി ദൈവപുത്രൻ യേശു ക്രിസ്തു അദ്ദേഹം കുരിശിലേറിയത്, ഇതിന് ജീവത്യാഗം ചെയ്തത് ലോകത്തുള്ള ആളുകളുടെ പാപഭാരം ഏറ്റെടുത്തുകൊണ്ടാണ്. ഇതാണ് അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനോട് ഉത്തരവാദിത്തം കാണിച്ചു എന്നാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ഈ ലോകത്തുള്ള തിന്മകൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ദൈവമല്ല തിന്മകളെ പഠിച്ചത്, മനുഷ്യന്റെ ഫ്രീ വിൽ മിസ്യൂസ് ചെയ്തത് ലോകത്തുണ്ടായിത്തീർന്നതാണ് തിന്മ. ഈ ഒരു ആർഗ്യുമെന്റ് തന്നെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളും ഈ ക്രിസ്ത്യാനികളും മുമ്പോട്ട് വെക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഒരിക്കലും ആദാമിന് ശേഷമുള്ള ആളുകൾ, അതായത് നാം ഓർക്കേണ്ടത് ഈ ഒരു തിയറി ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നിരവധി പോരായ്മകൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായി എല്ലാവരെയും രക്ഷിക്കുന്നില്ല, ജസ്റ്റ് നമ്പർ ഓഫ് പേഴ്സണെ മാത്രമാണ് യേശു ക്രിസ്തു ഈ ഒരു സാക്രിഫൈസിലൂടെ രക്ഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഈവിൾ ഇതിലൂടെ സാധ്യമാവുന്നില്ല. മറ്റുള്ള മതങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും, അതായത് യുക്തിവാദികൾ പറയുന്ന അല്ലെങ്കിൽ ചില മതങ്ങൾ പറയുന്ന ദൈവിക കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് സെന്റ് അഗസ്റ്റിൻ നടത്തുന്നത്. ദൈവം ഇമ്പേഴ്സണലാണ്. ഇസ്ലാം മതം അനുസരിച്ച് ദൈവം ഇമ്പേഴ്സണലാണ്. അപ്പോൾ ഈ മനുഷ്യനുള്ളതുപോലെ മാനസികാവസ്ഥകളൊന്നും ഇല്ലാത്ത ഒന്നാണ് ദൈവം എന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ വെച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രോബ്ലം ഓഫ് ഈവിൾ എന്നത് ഒരിക്കലും ഒരു പൂർണ്ണ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ദൈവം എന്തായിരിക്കണം എന്ന് നിഷ്കർഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒന്നിന് മറുപടി പറയാൻ സാധിക്കുക. അതുകൊണ്ട് പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന കൺസെപ്റ്റ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത് ക്രിസ്തീയ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ
റീസണും ഫെയ്ത്തും ഒരിക്കലും വൈരുദ്ധ്യമല്ല. ഈ വിശ്വാസത്തെ ന്യായീകരിക്കാൻ വേണ്ടി നമുക്ക് ഫിലോസഫി ഉപയോഗിക്കണം. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിച്ചത് കൊണ്ട് യുക്തി ശരിയായ വിധം ഉപയോഗിക്കാതെയുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് വേണം നമുക്ക് ഈ ഒരു ആർഗ്യുമെന്റിനെ കാണാൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയം, ആഗസ്റ്റിന് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.